കൊച്ചി കോർപ്പറേഷനിലെ ഭരണകക്ഷിയായ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് കൗൺസിലിന്റെ പൗരസമ്പർക്ക പരിപാടിയായ ടോക്ക് വിത്ത് മേയർ പൗരന്മാർക്ക് പൗരപ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിനും പരാതികൾ സമർപ്പിക്കുന്നതിനുമുള്ള ഒരു വേദി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. മേയറും ഡെപ്യൂട്ടി മേയറും വെവ്വേറെ ഒരേ ദിവസം വ്യത്യസ്ത സ്ഥലങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്ന ഇരട്ട സെഷനുകൾക്ക് പകരം ഒറ്റ സെഷനായിട്ടാണ് ഇത് നടക്കുക. ആലുവ ആസ്ഥാനമായുള്ള നോളജ് സ്ഥാപനമായ ക്യൂ കമ്പനിയിലെ പ്രൊഫഷണലായ സമാനസ് ഖാൻ ദ ഹിന്ദു ബിസിനസ് ലൈൻ സെലിബ്രേഷൻ കോർപ്പറേറ്റ് ക്വിസ് 2026 22ാമത് പതിപ്പിന്റെ കൊച്ചി റീജിയണൽ റൗണ്ടിൽ വിജയിയായി. ഈ വിജയത്തോടെ ഫെബ്രുവരി 21 മുംബൈയിലെ BSCയിൽ നടക്കുന്ന ഗ്രാൻഡ് ഫിനാലെയിൽ ഖാൻ കൊച്ചിയെ പ്രതിനിധീകരിക്കും. വർഷങ്ങളുടെ അനിശ്ചിതത്വത്തിനു ശേഷം അങ്കമാലി ശബരി റെയിൽ പദ്ധതിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിച്ച സമീപകാല നടപടികൾ നിർദ്ദിഷ്ട ഇടനാഴിയിലെ ജനങ്ങളിൽ വീണ്ടും പ്രതീക്ഷകൾ ഉണർത്തിയിട്ടുണ്ട്. ഒന്നിലധികം തടസ്സങ്ങൾ കാരണം 25 വർഷത്തിലേറെയായി മുടങ്ങിക്കിടന്ന പദ്ധതി ശരിയായ പാതയിലേക്ക് പ്രവേശിച്ചുവെന്നും ഭൂമി ഏറ്റെടുക്കൽ ചെലവുകൾ ഉൾപ്പെടെ ചെലവിന്റെ 50% സംസ്ഥാന സർക്കാർ വഹിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും റെയിൽവേ മന്ത്രാലയം പദ്ധതി മരവിപ്പിക്കുകയും ചെയ്തതോടെ പദ്ധതി ശരിയായ പാതയിലാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. മയക്കുമരുന്ന് ദുരുപയോഗം മുഴുവൻ സാമൂഹിക ആവാസ വ്യവസ്ഥയും നശിപ്പിക്കുക മാത്രമല്ല ഗുരുതരമായ സുരക്ഷാ ഭീഷണിയും ഉയർത്തുന്നുവെന്ന് കൊച്ചി സിറ്റി പോലീസിന്റെ ഉമിനീർ അടിസ്ഥാനമാക്കിയുള്ള മയക്കുമരുന്ന് കണ്ടെത്തൽ ഉപകരണം നടപ്പിലാക്കുന്നതിന് തുടക്കം കുറിച്ചുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി റവാദ ചന്ദ്രശേഖർ പറഞ്ഞു. റോഡ് സുരക്ഷാ നിർവഹണത്തിനായി ശാസ്ത്രീയ മയക്കുമരുന്ന് കണ്ടെത്തൽ കിറ്റുകൾ തുടക്കത്തിൽ വിന്യസിച്ചിരുന്നതായും ഗതാഗത സുരക്ഷയിൽ അവ കാര്യമായ സ്വാധീനം ചെലുത്തിയതായും ശ്രീ ചന്ദ്രശേഖർ പറഞ്ഞു.